നിർമ്മാണത്തിന് വേണ്ടത്ര ഫണ്ടില്ലാത്തത് കാരണം തിരൂർ നഗരസഭയുടെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന തിരൂർ താലൂക്ക് വെറ്റിനറി പോളിക്ലിനിക് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. സംസ്ഥാന സർക്കാർ മതിയായ ഫണ്ട് നൽകാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീം പറഞ്ഞു. അതേസമയം ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമെന്ന് കൗൺസിലർ V നന്ദൻ മാസ്റ്ററും പറഞ്ഞു. വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കാം. ഞാൻ ബൈച്ചു വരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1967 തിരൂർ താലൂക്കിലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചികിത്സയ്ക്കായി ആശുപത്രി തുടങ്ങിയത്. നിലവിലെ നഗരസഭയുടെ ABC പദ്ധതിയുടെ പഴയ കെട്ടിടത്തിലാണ് ക്ലിനിക്ക് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. നേരത്തെ സീനിയർ വെറ്റിനറി സർജനും വെറ്റിനറി സർജനും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത്. 1987 വെറ്റിനറി സർജനെ തസ്തിക പുനർനിർണയത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ടേക്ക് മാറ്റിയിരുന്നു. സീനിയർ വെറ്റിനറി സർജനെ നിയമിച്ചുവെങ്കിലും ചുമതലയേറ്റിട്ടില്ല. പാർട്ട് ടൈം സ്വീപ്പറുടെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. 7 ജീവനക്കാരുടെ തസ്തികയാണ് ഈ ഓഫീസിൽ നിലവിലുള്ളത്. ക്ലിനിക്കിലുണ്ടായിരുന്ന സ്വന്തം കെട്ടിടം പഴകി അപകടനിലയിലായതോടെയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് പുതിയ കെട്ടിടം പണിയാൻ നഗരസഭയ്ക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചത്. 2024 കെട്ടിടം പണി ആരംഭിച്ചത്. കെട്ടിടപ്പണി പൂർത്തിയാക്കി വയറിങ്, പ്ലംബിംഗ്, ടൈൽ വർക്ക്, വാതിലും ജനലും വെക്കൽ, ഫർണിച്ചർ, ചുറ്റുമതിൽ ഇവയെല്ലാമായി ഇനിയും 40 ലക്ഷത്തോളം രൂപ വേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 70 സെൻറ്റോളം ഭൂമിയിലാണ് കെട്ടിടം പണി തുടങ്ങിയത്. സംസ്ഥാന സർക്കാർ മതിയായ ഫണ്ട് നൽകാത്തതിനാലാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. നമ്മുടെ തിരൂർ നഗരസഭയിലെ വെറ്റിനറി ഹോസ്പിറ്റൽ ഭയങ്കരമായിട്ട് ശോചനീയാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലായിട്ട് MLA അതേപോലെ വാർഡ് കൗൺസിലറുടെ ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഫണ്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 50 ലക്ഷം രൂപയാണ്. അപ്പം അതിൻ്റെ വർക്ക് ഓൾറെഡി അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 40 ലക്ഷം രൂപയും കൂടെ വേണം. അത് ഡിപ്പാർട്ട്മെന്റിലായിട്ട് തന്നെ ആ കാശും കൂടി തന്നാൽ മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുക. അല്ലാതെ അത് പൂർണ്ണമായും നിലച്ചു പോയതല്ല. അടിയന്തിരമായിട്ട് ആ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഫണ്ടും കൂടി 40 ലക്ഷം രൂപയൊക്കെ വളരെ പെട്ടെന്നൊന്നും നഗരസഭയ്ക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഓൾറെഡി സ്റ്റേഡിയത്തിനൊക്കെ നമ്മൾ ഫണ്ട് വെച്ചതാണ്, വാർഡ് വർക്കുകളൊക്കെ നടന്നു വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റൽ ഫണ്ട് തന്നെ ഒരു 40 ലക്ഷം രൂപയും കൂടി കിട്ടിയാലാണ് നമുക്കത് നമ്മൾ നിർമ്മിച്ച സ്കെച്ച് അനുസരിച്ച് അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് പ്രത്യേകമായിട്ടൊരു ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നിർത്തിവെക്കുക എന്നുള്ള ഒരു വർക്ക് നിർത്തിവെക്കുക എന്നുള്ള ഒരു ആക്ഷേപത്തിൻ്റെ ഒരു ആവശ്യമില്ല. അടിയന്തിരമായിട്ട് ആ ഫണ്ട് അനുവദിച്ചാൽ നമുക്ക് വർക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. കെട്ടിട നിർമ്മാണം പാതി വഴിയിലാക്കി നിർത്തിയിട്ട് മാസങ്ങളോളമായിട്ടും നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ V നന്ദൻ മാസ്റ്റർ ആരോപിച്ചു.
തിരൂർ താലൂക്ക് വെറ്റിനറി പോളിക്ലിനിക്ക് അങ്ങേയറ്റം ശോചനീയാവസ്ഥയിലായിരുന്നു. തുടർന്ന് നല്ല ഇടപെടൽ മൂലം പ്രസ്തുത വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിക്ക് നേരിട്ട് കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ആ ഫണ്ട് വെച്ച് 50 ലക്ഷം രൂപ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അവസാനമായി ഇതിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. ഈ കെട്ടിടം ആകെ തന്നെ നാമാവശേഷമായതിൻ്റെ ഫലമായിട്ടാണ് കെട്ടിടം നമ്മൾ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇന്ന് കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇനിയും കുറേ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. ഏകദേശം 40 ലക്ഷം രൂപ കൂടി ലഭിക്കുകയാണെങ്കിൽ കെട്ടിടം പൂർണ്ണ സജ്ജമാക്കാൻ കഴിയും. അങ്ങനെ ഹൈടെക് ആയിട്ട് ഈ കെട്ടിടം നമുക്ക് മാറ്റാൻ കഴിയണം. ഇനി ഇതിൻ്റെ വർക്ക് ബാക്കി വരുന്നത് കോമ്പൗണ്ട് വാള് കെട്ടി ഒരു ഗേറ്റ് വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കായിട്ടുള്ള നമ്മളെ ജനലുകൾ വെക്കണം. ഫ്ലോറിംഗ് ഉണ്ട്, മറ്റു കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടില്ല എങ്കിൽ ഇത് വളരെയധികം ശോചനീയാവസ്ഥയിലാവും. പിന്നെ മേലെ തന്നെ പോയപ്പോൾ മേലെ വെള്ളം കെട്ടി നിന്നിട്ട് കിനി വന്നിരിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ ഇത് മാത്രമല്ല കൃത്യമായി സമയബന്ധിതമായും വർക്ക് കഴിഞ്ഞ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ഇത് കൊടുത്താൽ മാത്രമേ ഫണ്ട് പാസ്സാകുകയുള്ളൂ. അതിനും ചില അലംഭാവം നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാത്രമല്ല നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പ്രദേശവാസികൾ തിരൂർ താലൂക്കിലെ മുനിസിപ്പാലിറ്റി അതിലുള്ളൊരു താലൂക്ക് പോളിക്ലിനിക്കാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടേക്ക് ആൾക്ക് വരാൻ പോലും പ്രയാസപ്പെടുക. കാരണം ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയതിൻ്റെ കല്ലും കാലിൽ കിടന്ന് ഇവിടേക്ക് വെള്ളക്കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ കെട്ടിടം ചെയ്ത വർക്കിന്റെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൃഗാശുപത്രി കെട്ടിടത്തിൽ ധാരാളം മരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ മുറിച്ച മരങ്ങളാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പല ഭാഗങ്ങളായിട്ട് ധാരാളം മരങ്ങൾ മുറിച്ചിട്ടിട്ട് നാമാവശേഷമാവുകയാണ്. അത് മഴയും വെയിലും എല്ലാം കൊണ്ടിട്ട് ജീർണിച്ച അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ആ മരങ്ങൾ ടെൻഡർ ചെയ്ത് ഉള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പുറകുവശത്ത് തന്നെ ധാരാളം മരം ഉണ്ടായിരുന്നു. ആ മരക്കെ അപ്പുറത്തുള്ള വീട്ടുകാർക്ക് വളരെ പ്രയാസമായ ഇടത്തിൽ വെട്ടിമാറ്റിണ്ടായി. അതെല്ലാം ഇവിടെ കൂനയായി കൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ മരം എന്താ, ഈ നിൽക്കുന്ന മരം വെട്ടാൻ പലതവണ പറഞ്ഞിട്ടും വെട്ടുന്നില്ല. കാരണം അത് എപ്പോഴും ആ വീട്ടിലേക്ക് മറിഞ്ഞു വരുന്ന അവസ്ഥയാണ് മരം. അവർക്കും ബുദ്ധിമുട്ടാണ്. നഗരസഭയോ സംസ്ഥാന സർക്കാരോ കനിയണം, എങ്കിലേ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരമാകൂ. അധികൃതർ ഇടപെടണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.